ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ലക്ഷ്മി. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫേമസ് ഇഞ്ചി അച്ചാർ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഫേമസ് ഇഞ്ചി അച്ചാർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഇഞ്ചി അച്ചാർ റെസിപ്പി ആയിരുന്നു. ഇതെൻ്റെ വല്യമ്മ സ്പെഷ്യൽ ഇഞ്ചി അച്ചാറാണ്. പക്ഷേ ഇതിൻ്റെ എരിവും പുളിയും മധുരമൊക്കെ വെൽ ബാലൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന ആളുകളിലും വന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഈ ഇഞ്ചി അച്ചാർ. അതിനുവേണ്ടി ലാസ്റ്റ് ബഹളമായിരുന്നു, എനിക്ക് വേണം, എനിക്ക് കുറച്ച് തന്നുവിടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ബഹളമായിരുന്നു. ആൻഡ് എൻ്റെ വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അച്ചാർ റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ വല്യമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇഞ്ചി അച്ചാർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ തലേ ദിവസം ഇഞ്ചി വെള്ളത്തിലിട്ട് വെക്കുക. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ തൊലി കളഞ്ഞല്ല ഇഞ്ചി അരിയുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ മണ്ണും ചെളിയൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നല്ല രീതിക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു 3-4 വെള്ളത്തിലെങ്കിലും കഴുകിയെടുക്കുക. എന്നിട്ട് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, നൈസായിട്ട് റൗണ്ടിന് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വറുത്ത് കോരാൻ പറ്റും. ഈ കട്ടി കൂടുന്നതിനനുസരിച്ച് ഇത് വറുത്ത് കോരാനുള്ള ടൈമും കൂടുതലായിരിക്കും, അതാണ് ഡിഫറൻസ്. ആൻഡ് അതിനുശേഷം നമ്മൾ പച്ചമുളക് പഴുത്തതാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങളുടെ കയ്യിൽ അതോ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞങ്ങളത് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇത് കുറച്ച് നമ്മുടെ ഇഞ്ചി അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനും പിന്നെ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. ഈ ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. അതിന് വേണ്ടിയാണ് ശർക്കര ഉരുക്കിയെടുക്കുന്നത്. ആൻഡ് ഈ ഇഞ്ചി അച്ചാറിൽ ചേർക്കാനും കുറച്ച് എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മൾ വറുത്തെടുത്തേക്കുന്ന ഇഞ്ചി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ ഒരു കട്ട് പോലും വരാതെ നല്ല മഷി പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അരച്ചെടുക്കണം. ഈ ഇഞ്ചി കുറച്ചൊന്ന് പൊടിച്ചിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് പിന്നെ വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല വേഗത്തിന് അരഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ ഇങ്ങനെ അരച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നി. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യുക. ആൻഡ് ആ കറുത്ത കളറിൽ കാണുന്നതാണ് നമ്മുടെ ഇഞ്ചി അരച്ചെടുത്തത്. വെളുത്ത കളറിൽ കാണുന്നത് നമ്മുടെ പച്ചമുളക് അരച്ചെടുത്തതാണ്. ആൻഡ് അതിനുശേഷം നമ്മളൊരു കൂട്ട് റെഡിയാക്കണം. ഇതിലേക്ക് വേണ്ടത് നമ്മൾ എണ്ണയിൽ കടുക് വറുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കായപ്പൊടി, ഉലുവപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ പച്ചമണമൊക്കെ മാറി നല്ല മുളകൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരണം. ആൻഡ് അതിനുശേഷം നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം നല്ലപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് ഒരു കൂട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ അരച്ച ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൂട്ടുണ്ടാക്കിയ പാത്രത്തിലേക്ക് നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നമ്മുടെ മധുരം എത്ര വേണോ അതിനനുസരിച്ച് ഇത് കുറച്ചായിട്ട് നമ്മുടെ ഇഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് മധുരമാണ് കൂടുതൽ വേണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പുളിയാണ് കൂടുതൽ വേണ്ടെങ്കിൽ പുളി ചേർത്ത് കൊടുക്കുക. എരിവാണ് കൂടുതൽ വേണ്ടെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മധുരവും പുളിയൊക്കെ വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്തത്. ബാക്കിയൊക്കെ നിങ്ങൾ ഐബോൾ ചെയ്തോണം. ആൻഡ് നല്ലപോലെ ഒന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. സോ നമ്മുടെ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ട് നന്നായി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചി അച്ചാർ റെസിപ്പിയാണ്. സോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.